നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. എന്തായാലും എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ചില ഗുണങ്ങൾ, കഴിവുകൾ, ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. പല വിധത്തിൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. എന്തായാലും നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അസൂയയുള്ള പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും ഒരുപക്ഷെ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങളെ സ്വയം വിശ്വസിച്ച്, നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കെതിരെ നിന്ന് ആര് പ്രവർത്തിച്ചാലും, അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് മേൽ അസൂയപ്പെട്ടാലും അതൊന്നും ഒരു തരത്തിലും നിങ്ങൾക്കൊരു മോശവും ഉണ്ടാക്കില്ല. കാരണം ദൈവത്തിൻ്റെ, പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും പൊട്ടിച്ചു മാറ്റി നിങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാനായിട്ട് ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടെ നോക്കിക്കാണുന്ന, നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെ ആയാലും നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നത്തിൽ പല വിധത്തിലുള്ള തിരിച്ചടികളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം നിങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമോ എന്ന് ചിന്തിച്ചുള്ള ഒരു ആശങ്ക നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്താനായിട്ട്, അതായത് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വളരെയധികം സാധ്യതകൾ കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാണ് കാണുന്നത്. ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കുന്നതിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു സന്ദേശവും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലായാലും മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത്. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ സ്നേഹബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്.
ഒരുപക്ഷെ പലർക്കും ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച സംഭവിച്ചതായിരിക്കാം, പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പലർക്കും നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിച്ച ഏതെങ്കിലും വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഒരു ചതി സംഭവിച്ചത് മൂലമുള്ള ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു നഷ്ടത്തിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം പ്രപഞ്ചം ഉണ്ടാക്കി തരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പ്രപഞ്ചം തന്നെ അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിലൂടെ, ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതിലൂടെ, ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കൊരു സാമ്പത്തിക സഹായം എത്തിച്ച് തരുന്നതിലൂടെ, അതുപോലെ തന്നെ സാമ്പത്തികം വന്ന് ചേരുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെയൊക്കെ പ്രപഞ്ചം നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പ് മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിലെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുന്നതിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ, പ്രകാശം നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള സന്തോഷ വാർത്തകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.